ചോദ്യം 1. യുനെസ്കോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 2. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക ആരംഭിച്ചത് ഏതു വർഷമാണ്? 1978. 3. എവിടെയാണ് യുനെസ്കോയുടെ ആസ്ഥാനം? ഫ്രാൻസിലെ പാരീസിൽ. 4. ഏതു വർഷമാണ് താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ചേർത്തത്? 1983. 5. ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച സ്ഥലം ഏതാണ്? അജന്ത ഗുഹകൾ. 6. 2025 വരെ ഇന്ത്യയിൽ എത്ര യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങൾ ഉണ്ട്? 42. 7. മഹാബലിപുരം ലോക പൈതൃക സ്ഥലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. 8. സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. 9. സുന്ദർബൻസ് നാഷണൽ പാർക്ക് ഏതു വർഷമാണ് ലോക പൈതൃക ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? 1987. 10. ലോക പൈതൃക പട്ടികയെ നിയന്ത്രിക്കുന്നത് ഏത് സമിതിയാണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. 11. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോക പൈതൃക സ്ഥലം ഏതാണ്? താജ്മഹൽ. 12. ഏതു വർഷമാണ് താജ്മഹൽ ലോക പൈതൃക ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? 1983. 13. എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. 14. എല്ലോറ ഗുഹകൾ ഏതു വർഷമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്? 1983. 15. ജന്തർ മന്ദിർ ലോക പൈതൃക സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലെ ജയ്പൂർ. 16. ഏതു വർഷമാണ് ജന്തർ മന്ദിർ ലോക പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്തത്? 2010. 17. ലോക പൈതൃക ദിനം എന്നാണ്? ഏപ്രിൽ 18. 18. ഇന്ത്യയിലെ ആദ്യ പ്രകൃതിദത്ത പൈതൃക സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കസിരംഗ, മനാസ് നാഷണൽ പാർക്കുകൾ. 19. കസിരംഗ, മനാസ് നാഷണൽ പാർക്കുകൾ ഏത് സംസ്ഥാനത്താണ്? ആസാം. 20. കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 21. കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഏതു വർഷമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്? 1984. 22. ആസാമിലെ കസിരംഗ നാഷണൽ പാർക്ക് എന്തിലാണ് പ്രശസ്തമായിരിക്കുന്നത്? ഒറ്റക്കൊമ്പൻ കാളകൾ. 23. യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിവേഴ്സൽ വാല്യൂ. 24. മഹാബലിപുരം ക്ഷേത്രങ്ങൾ ഏത് കാലഘട്ടത്തോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പാലവ രാജവംശം. 25. അജന്ത ഗുഹകളിൽ കാണപ്പെടുന്ന പ്രധാന കലാരൂപം ഏതാണ്? ബുദ്ധമത ശില്പങ്ങളും പടച്ചിത്രങ്ങളും. 26. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ പൈതൃക നഗരം ഏതാണ്? ഗോവ. 27. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 6-ാം സ്ഥാനത്ത്. 28. പശ്ചിമഘട്ട മലനിരകൾ ഏതുതരം പൈതൃക പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രകൃതിദത്ത പട്ടികയിൽ.
29. യുനെസ്കോയുടെ ലോക പൈതൃക പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം എന്താണ്? മനുഷ്യരാശിയുടെ സംയുക്ത പൈതൃകം സംരക്ഷിക്കൽ. 30. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഏത് നഗരമാണ് ലോക പൈതൃക പട്ടികയിൽ ഉള്ളത്? ജയ്പൂർ. 31. ഏതു വർഷമാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്? 2019. 32. പിങ്ക് സിറ്റി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. 33. ദില്ലിയിലെ കുത്തബ് മിനാർ പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോൾ? 1993. 34. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക സൈനിക കൃഷിയിടം ഏതാണ്? റാണി കി വാവ്, ഗുജറാത്ത്. 35. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ്. 36. ഹിമാചൽ പ്രദേശിലെ ലോക പൈതൃക റെയിൽവേ ഏതാണ്? കാൽക്ക സിംല റെയിൽവേ. 37. കാൽക്ക സിംല റെയിൽവേ ലോക പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്തത് എന്നാണ്? 2008. 38. ആഗ്രയിലെ താജ്മഹൽ ആരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്? മുംതാസ് മഹൽ. 39. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഏക ലൈറ്റ് ഹൗസ് എവിടെയാണ്? മഹാബലിപുരം. 40. ഏത് സർക്കാർ മന്ത്രാലയമാണ് ലോക പൈതൃക തലങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്? സാംസ്കാരിക മന്ത്രാലയം. റെഡ് ഫോർട്ട് ലോക പൈതൃക പട്ടികയിൽ ചേർത്തത് എപ്പോഴാണ്? 2007. 42. ഏത് ലോക പൈതൃക ക്ഷേത്രമാണ് ചോള രാജാക്കന്മാർക്ക് ആശ്രയമായിരുന്നത്? തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. 43. ശാന്തിനികേതൻ യുനെസ്കോ പട്ടികയിൽ ചേർക്കപ്പെട്ടത് എപ്പോൾ? 2023. 44. ഭാരതത്തിലെ ഏറ്റവും പുതിയ ലിസ്റ്റ് ചെയ്ത പൈതൃക സൈറ്റ് ഏതാണ്? ശാന്തിനികേതൻ. 45. ഏതു വർഷമാണ് ഇന്ത്യക്ക് യുനെസ്കോയിൽ അംഗത്വം ലഭിച്ചത്? 1946. 46. ദില്ലിയിൽ എത്ര ലോക പൈതൃക സ്ഥലങ്ങൾ ഉണ്ട്? 3. 47. ദില്ലിയിലുള്ള ലോക പൈതൃക സൈറ്റുകൾ ഏതൊക്കെയാണ്? കുത്തബ് മിനാർ, റെഡ് ഫോർട്ട്, ഹുമയൂൺസ് ടോംബ്. 48. ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്തിനാണ് പ്രശസ്തമായിരിക്കുന്നത്? സെന്റ് ഫ്രാൻസിസിന്റെ അഴുകാത്ത ശവശരീരം സൂക്ഷിക്കുന്നു. 49. ബസിലിക്ക ഓഫ് ബോം ജീസസ് ഏതു വർഷമാണ് ലോക പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? 1986. 50. ഏത് പട്ടണമാണ് ഇന്ത്യയിലെ ആദ്യ ക്രാഫ്റ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്? ജയ്പൂർ. 51. യുനെസ്കോ പൈതൃക പട്ടികയിലെ ഏക സംയുക്ത സൈനിക ഭൗതിക തലം ഏതാണ്? ചത്തൂർഗഡ് ഫോർട്ട് ഓഫ് രാജസ്ഥാൻ. 52. പശ്ചിമഘട്ടങ്ങൾ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എപ്പോൾ? 2012. 53. യുനെസ്കോയുടെ ആഗോള പൈതൃക ചിഹ്നം എന്തിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നു? സംസ്കാരവും ശാസ്ത്രവും വിദ്യാഭ്യാസവും. 54. ഏത് പ്രശസ്ത ഇന്ത്യൻ നഗരമാണ് 2019 യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്? ജയ്പൂർ. 55. കുത്തബ് മിനാർ ലോക പൈതൃക പട്ടികയിൽ ലിസ്റ്റ് ചെയ്തത് ഏത് വർഷം? 1993. 56. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോക പൈതൃക തലങ്ങൾ ഉള്ള രാജ്യം ഏതാണ്? ഇറ്റലി. 57. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നത് ഏതുതരം പൈതൃക സൈറ്റ് ആണ്? സാംസ്കാരികം. 58. ഭാരതത്തിലെ
ഏക യുനെസ്കോ പൈതൃക ഗുഹാതലം ഏത്? അജന്ത ഗുഹകൾ. ബുദ്ധഗയയിലെ മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാർ. 60. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പഴക്കമുള്ള കല്ലിൽ കൊത്തിയ ഗുഹാക്ഷേത്രങ്ങൾ ഏതാണ്? എല്ലോറ ഗുഹകൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ പ്രഥമ ട്രെയിൻ തലം ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. 62. കോവിലുകൾ കൊണ്ടുള്ള ചോളം സാമ്രാജ്യ പൈതൃക തലങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. 63. ഹംപി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1986. 64. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഏക സംയുക്ത പൈതൃക തലം ഏതാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. 65. ചമ്പാൻ നദിക്കരയിലെ അഗ്ര ഫോർട്ട് ഏതു വർഷമാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 1983. 66. പത്തേറ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലം ഏതാണ്? ശാന്തൻപാറ, പെരിയാർ തുടങ്ങിയ പ്രദേശങ്ങൾ. 67. ബംഗാളിലെ വിശ്വഭാരതി ശാന്തിനികേതൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? രവീന്ദ്രനാഥ ടാഗോർ. 68. ഹംപി നഗരത്തിന് പൈതൃക പദവി നൽകപ്പെട്ടതിൻ്റെ പ്രധാന കാരണം എന്താണ്? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആധുനിക നഗര നിർമ്മാണം. 69. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് കലാരൂപത്തിലാണ് പ്രസിദ്ധി നേടിയത്? ശൃംഗാരിക ശില്പകല. 70. റെഡ് ഫോർട്ട് ആരാണ് നിർമ്മിച്ചത്? ഏതു വർഷം? ഷാജഹാൻ 1639. 71. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചേർക്കുന്നതിന് രാജ്യങ്ങൾ നൽകേണ്ട രേഖ എന്താണ്? ടെൻറ്റേറ്റീവ് ലിസ്റ്റ്. 72. അഹമ്മദാബാദ് പട്ടണം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് എപ്പോൾ? 2017. 73. ഇന്ത്യയുടെ യുനെസ്കോ അംഗത്വം ഏതു തരം ആണ്? ഫൗണ്ടിംഗ് മെമ്പർ. 74. കേരളത്തിൽ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം. 75. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇന്ത്യൻ റെയിൽവേക്ക് പ്രതിദാനം ചെയ്യുന്ന തലങ്ങൾ ഏതൊക്കെയാണ്? ഡാർജിലിംഗ്, നീലഗിരി, കാൽക്ക, ഷിംല. 76. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് കാലഘട്ടത്തിലാണ്? BC 950 AD 1050 ഇടയിൽ. 77. അജന്ത ഗുഹകൾ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വാഗുര നദിക്കരയിൽ. 78. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഏറ്റവും കൂടുതൽ തലങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 79. ആഗ്രയിലെ ഗുലന്ത ദർവാസ ഏത് പൈതൃക തലത്തിൽ ഉൾപ്പെടുന്നു? ഫത്തേപൂർ സിക്രി. 80. യുനെസ്കോ ലോക പൈതൃക പട്ടികയിലെ സംസ്കൃത പദം എന്താണ്? സർവമാനവ പൈതൃകം.